ദൈവതിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ അനുഗ്രഹീതരും ദൈവത്തിന് പ്രിയരുമായ സഹോദരി സഹോദരന്മാരെ, കർത്തൃഭൃത്യന്മാരെ, അനുഗ്രഹീതമായ നല്ല ദിവസത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ കൂടി നാം ദൈവത്തിൻ്റെ വചനത്തിന് കാതോർക്കുകയാണ്. മഹാദൈവത്തിൻ്റെ കരുണയും ദൈവത്തിൻ്റെ ആർദ്രതയും മനസ്സലിവും എല്ലാം ഓർത്ത് ദൈവത്തെ വാഴ്ത്തി സ്തുതിച്ചുകൊണ്ട് സന്തോഷത്തോടൊരിക്കൽ കൂടി ദൈവത്തിൻ്റെ വചനം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ സർവശക്തൻ എനിക്ക് ഒരുക്കി തരുന്ന അനുഗ്രഹീത സന്ദർഭത്തിന് 1000 നന്ദി എൻ്റെ ദൈവത്തോട് അർപ്പിച്ചുകൊണ്ട് ഇന്ന് നാം കേൾക്കാൻ പോകുന്ന ദൈവിക ദൂതന് ആധാരമായിരിക്കുന്ന വേദവാക്യം ആവർത്തന പുസ്തകത്തിൽ നിന്നാണ്. ആവർത്തന പുസ്തകത്തിലെ വാക്യം വായിക്കുന്നതിനേക്കാൾ മുമ്പ് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് സ്നേഹാഭിവാദനങ്ങൾ അറിയിക്കുകയും നിങ്ങളെ ഓർത്ത് മനതാരിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ആവർത്തന പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ആവർത്തനം 2-ന്റെ 1, 2, 3 വാക്യങ്ങൾ. അനന്തരം യഹോവ എന്നോട് കൽപ്പിച്ചതുപോലെ നാം തിരിഞ്ഞ് ചെങ്കടൽ വഴിയായി മരുഭൂമിയിലേക്ക് യാത്ര പുറപ്പെട്ടു. നാം ഏറിയ നാൾ സെയീർ പർവ്വതത്തെ ചുറ്റി നടന്നു. പിന്നെ യഹോവ എന്നോട് കൽപ്പിച്ചത്, നിങ്ങൾ ഈ പർവ്വതം ചുറ്റി നടന്നത് മതി, വടക്കോട്ട് തിരിയുവീൻ. നിങ്ങൾ ഈ പർവ്വതം ചുറ്റി നടന്നത് മതി, വടക്കോട്ട് തിരിയുവീൻ. ശ്രദ്ധേയമായൊരു വാക്യമാണത്. ഇതിനു മുമ്പ് ഞാൻ ഈ അനുദിന ചിന്തയിൽ ഈ വാക്യം ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. എന്നാൽ അന്നത്തെക്കാളൊക്കെ വ്യത്യസ്തമായി ഇന്ന് ഈ ഭാഗത്തെ ധ്യാനിക്കുകയും ചിന്തിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്തപ്പോൾ ആത്മാവിൻ്റെ അകത്ത് നിങ്ങളിൽ ചിലർക്ക് വേണ്ടി ഒരാത്മീക സന്ദേശമായി ബോധ്യം തരാൻ പ്രേരിപ്പിച്ചിരിക്കുന്ന വസ്തുത, ഇസ്രായേൽ മക്കളുടെ മരുഭൂമി യാത്രയിൽ അവർ ചെങ്കടൽ കയറി മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുകയാണ്. ഏറിയ നാൾ സെയീർ പർവ്വതം ചുറ്റി നടക്കുകയാണ്. ആ സന്ദർഭത്തിൽ മോശ ആ പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് പുതിയ തലമുറയെ ആവർത്തിച്ച് ഓർപ്പിക്കുന്ന ഭാഗമാണല്ലോ ഈ ആവർത്തന പുസ്തകത്തിനകത്ത്. വയോധികനായിരിക്കുന്ന മോശ ഈ കാര്യങ്ങൾ ഓർമ്മയിൽ നിന്നെടുത്ത് അന്നത്തെ സംഭവങ്ങൾ വിവരിക്കുകയാണ്. ഇവിടെ 1, 2, 3 വാക്യങ്ങൾ വായിച്ചപ്പോൾ 2 പ്രാവശ്യം തിരിയുക എന്ന വാക്ക് കാണാൻ കഴിയുന്നു. 1-ാമത്തെ വാക്യത്തിൽ അനന്തരം യഹോവ എന്നോട് കൽപ്പിച്ചതുപോലെ നാം തിരിഞ്ഞ് ചെങ്കടൽ വഴി. അപ്പോൾ അവിടെ ഒരു തിരിവ് കാണാം. 3-ാമത്തെ വാക്യത്തിൽ നാം വായിച്ചു, നിങ്ങൾ ഈ പർവ്വതം ചുറ്റി നടന്നത് മതി, വടക്കോട്ട് തിരിയുവീൻ. അപ്പോൾ ഈ യാത്രയിൽ ഇടയ്ക്കിടയ്ക്കൊരു തിരിവുണ്ട്. മുകളിലത്തെ ഭാഗങ്ങളൊക്കെ വായിച്ചു നോക്കുമ്പോൾ ഇസ്രായേൽ മക്കൾ ഇങ്ങനെ പമ്മി നടന്നപ്പോൾ മോശയോട് ദൈവം പറഞ്ഞു, ഇങ്ങനെ പമ്മിക്കൂടി നടന്നെവിടെയെങ്കിലും ചുറ്റിപ്പറ്റി ഇരുന്ന് കഴിഞ്ഞാൽ കാര്യം നടക്കുകയില്ല, എത്തേണ്ടിടത്ത് എത്തിയല്ല. അതുകൊണ്ട് നിങ്ങൾ ചെങ്കടൽ വഴി തിരിയുക. ഒരു തിരിവിന്, ഒരു വഴിത്തിരിവിന് ഒരു മുഖാന്തരം ദൈവമായ കർത്താവ് വിട്ടുകൊടുക്കുകയാണ്. മിസ്രൈമിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടത് കനാനിലേക്ക് ലക്ഷ്യമാക്കിയ മോശ അത് പറഞ്ഞിരുന്നു. നമുക്കെല്ലാവരും കൂടി അങ്ങോട്ടെങ്കിലും പോകാമെന്ന് പറഞ്ഞിറങ്ങിയതല്ലല്ലോ. പാലും തേനും ഒഴുകുന്നൊരു ദേശമുണ്ട്. ദൈവം എന്നോട് പറഞ്ഞു, അവിടേക്ക് പോകാൻ വേണ്ടി യഹോവ ഇറങ്ങി വന്നിരിക്കുക. ഞാൻ വ്യക്തമായി ദൈവത്തെ കണ്ടു, ദൈവശബ്ദം കേട്ടു. ആ ദൈവമാണ് എന്നെ പറഞ്ഞയച്ചിരിക്കുന്നത്. 10 ബാധകൾ അയച്ച് ലക്ഷ്യബോധത്തിലേക്ക് ഈ വലിയൊരു സമൂഹത്തെ ആനയിക്കുകയാണ് മോശ. ലക്ഷ്യം കനാനാണെങ്കിലും ദിശാബോധം എന്ന് പറയുന്ന ഒന്നുണ്ട് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിച്ചോളണം. സ്വർഗത്തിൽ പോകണമെങ്കിലും, ജീവിതം ഭദ്രമാകണമെങ്കിലും, രക്ഷപ്പെടണമെങ്കിലും, കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടണമെങ്കിലും, ഒരു ജോലി കിട്ടണമെങ്കിലും, ചെയ്യുന്ന കാലങ്ങൾ അനുഗ്രഹീതവും മെച്ചപ്പെട്ടതുമായി വിജയിക്കണമെങ്കിൽ ദിശാബോധം, എങ്ങോട്ട് തിരിയണം, എപ്പോൾ തിരിയണം, ഈ വക കാര്യങ്ങളെക്കുറിച്ച് പൂർണ്ണമായ ബോധ്യം മനുഷ്യായുസ്സിൽ മനുഷ്യനുണ്ടായിരിക്കണം. എങ്ങോട്ടും തിരിയല്ല. ഞാൻ നേരെ ചുവ്വേ അല്ലെങ്കിൽ നേരെ പാട്ടിന്, എൻ്റെ ഹിതത്തിന്, എൻ്റെ ഇഷ്ടത്തിന്, ഈ പോകുന്ന വഴിക്ക്, എൻ്റെ അപ്പം പോയ വഴിക്ക്, അല്ലെങ്കിൽ ഇന്നലെ വരെ പോയ വഴിക്ക് എന്ന് പറഞ്ഞൊരു ആദർശത്തിൽ മുറുകെ പിടിച്ച് പോയാൽ ചിലപ്പോൾ എല്ലാ പോക്കും ശരിയായെന്നിരിക്കുകയില്ല. ജീവിതത്തിൽ 10-80 വർഷങ്ങൾ പിന്നിടുമ്പോൾ നാം തിരിയേണ്ട തരം തിരിയലുകളുണ്ട്. ആ വാക്ക് മാത്രം എടുത്തിട്ട് പ്രസംഗിക്കുകയാണെങ്കിൽ 1 മണിക്കൂർ ഞാൻ പ്രസംഗിച്ചേനെ. മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവീൻ എന്ന് അപ്പോസ്തല പ്രവൃത്തിയിൽ എഴുതിയിട്ടുണ്ട്. മാനസാന്തരം ഒരു തിരിയലാണ്. നമ്മൾ പോയ വഴിയിൽ നിന്ന്, നമ്മൾ ഇഷ്ടപ്പെട്ട് നടക്കുന്ന വഴിയിൽ നിന്ന് ഒരു തിരിയൽ, ഒരു തിരിച്ചലുണ്ടായെങ്കിലേ ദിശാബോധം, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു,
ഒരു ദൈവികമായിരിക്കുന്ന പദ്ധതിയിലേക്ക്, ഒരു ദൈവിക ദിശയിലേക്ക് തിരിയുക. ആ തിരിയുമ്പോൾ ചിലപ്പോൾ തടസ്സങ്ങളായിരിക്കും, ചിലപ്പോൾ ബുദ്ധിമുട്ടുകളായിരിക്കും. ഈ 1-ാം വാക്യത്തിലേക്ക് നോക്കി, 2-1 ചെങ്കടൽ വഴിയായി തിരിയുക. തിരിയുമ്പോൾ ചെങ്കടലായിരിക്കും കാണുന്നത് മുമ്പിൽ. അയ്യോ പേടിച്ച് ഇങ്ങോട്ടാണോ തിരിയുന്നതെന്ന് ചോദിച്ച് വഴക്കുണ്ടാക്കിയാൽ എത്തത്തില്ല ബ്രദറെ, എത്തത്തില്ല. തമ്പുരാൻ തിരിയാൻ പറയുമ്പോൾ തിരിയുമ്പോൾ നിങ്ങളുടെ കൺമുമ്പിൽ കാണുന്നത് ഒരുപക്ഷെ ഒറ്റപ്പെടലായിരിക്കാം, പ്രതികൂലമായിരിക്കാം, ചെങ്കടലായിരിക്കാം, ചിലപ്പോൾ എന്താകുന്ന നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു സ്ഥിതിയായിരിക്കാം. പക്ഷെ ദൈവം നിങ്ങളോട് തിരിയാൻ പറഞ്ഞാൽ അങ്ങ് തിരിയണം. തിരിഞ്ഞ് ചെങ്കടൽ വഴി. തിരിഞ്ഞപ്പോൾ കാണുന്നത് ചെങ്കടലാണ്. ആ വാക്കിനെ ഞാൻ അതുപോലെ ജിയോഗ്രാഫിക്കലായിട്ടല്ല, വേദപുസ്തകത്തിലെ വാക്കിനെ അതുപോലൊരു ദൂതാക്കുക. തിരിയുമ്പോൾ പ്രതികൂലങ്ങളാണ് കാണുന്നതെങ്കിൽ, തിരിയുമ്പോൾ അനുകൂലമല്ലാത്തൊരു സാഹചര്യമാണ് കാണുന്നതെങ്കിൽ ഇട്ടെറിഞ്ഞു പോകരുത്. ദൈവമാണ് തിരിയാൻ പറഞ്ഞതെങ്കിൽ, ഇവിടെയൊക്കെ പച്ചക്കെഴുതി വെച്ചിരിക്കുന്നു. നമ്മൾ നടന്ന് മടുത്തു, ഇനി എന്നാൽ നമുക്ക് ഇങ്ങോട്ട് തിരിയാമെന്ന് മോശയും കൂട്ടരും കൂടി കമ്മിറ്റി കൂടി തീരുമാനിച്ചതല്ലല്ലോ. അവിടെ വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നു, യഹോവയായ ദൈവം എന്നോട് പറഞ്ഞു, ഈ പർവ്വതം ചുറ്റി നടന്നത് മതി, തിരിയ, വടക്കോട്ട് തിരിയ എന്ന് ദൈവമാണ് പറഞ്ഞത്. ചെങ്കടൽ വഴിയായി തിരിയ എന്നത് ദൈവമാണ് പറഞ്ഞത്. തിരിയുമ്പോൾ വിചാരിക്കാത്ത പലതും, പ്രതീക്ഷിച്ചതുപോലെ അല്ലാത്ത ചിലതും ഒക്കെ കണ്ടേക്കാം. പക്ഷെ തിരിയാൻ പറഞ്ഞവൻ ദൈവമാണെങ്കിൽ, ഈ തിരിയാൻ മനസ്സ് വെച്ചവർക്ക് വേണ്ടി ആരും കാണാത്ത വഴികൾ അടിത്തട്ടിൽ മറച്ചിട്ട് അതിലൂടെ അവരെ അക്കരെ കടത്തുമെന്ന് എത്രയോ പ്രാവശ്യം ഞാൻ തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ആരോടോ ദൈവം പറയുന്നു, രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്, എങ്ങനെയെങ്കിലും കരപറ്റണമെന്ന് ചിന്തയുണ്ട്, സമാധാനത്തിൽ ജീവിക്കണമെന്ന് ഒത്തിരി കൊതിക്കുന്നുണ്ട്. പക്ഷെ ദിശാബോധമില്ലാത്ത ഒരു യാത്രികനാണോ നിങ്ങൾ? നിങ്ങൾക്ക് ഈ വിഷയത്തിൽ നിന്ന് ലക്ഷ്യത്തിലെത്താൻ എങ്ങോട്ടാ തിരിയണ്ടേന്ന് പിടികിട്ടാതെ നിൽക്കുന്ന ഒരാളാണോ നിങ്ങൾ? ദൈവശബ്ദത്തിന് കാതോർക്കണം കേട്ടോ. ദൈവം തിരിയാൻ പറയും, ഉറപ്പുണ്ട്. നിങ്ങൾ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയേണ്ടി വന്നാൽ ദൈവം പറഞ്ഞു തരുമെന്ന് വാഗ്ദത്തമുണ്ടെന്ന് മനുഷ്യനോട്. നമ്മളിതൊക്കെ വെറുതെ വെറും വചനമായി കാണരുത്. ജീവിതത്തിൻ്റെ ചില ടേണിംഗ് പോയിൻ്റുകളുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട്, പ്രത്യേകിച്ച് ചില യൗവനക്കാരോട് പറയുക, പൊന്നുമോനെ, എൻ്റെ മക്കളുടെ പ്രായമുള്ള ചിലരോട് പറയുക, നീ തിരിയേണ്ട സമയമായിരിക്കുക. തിരിയുമ്പോൾ ഒരുപക്ഷെ വിചാരിക്കാത്ത പ്രതിസന്ധികൾ കണ്ടേക്കാം. പകച്ചു പോകരുത്. ദൈവം നിന്നോട് പറയുന്നു തിരിയാൻ തയ്യാറാകുക. ആ തിരിയുമ്പോൾ ആ വെള്ളത്തിനടിയിൽ പോലും നിനക്ക് വഴിയുണ്ടാകും. പണ്ട് ഇവർ ഒന്ന് തിരിഞ്ഞു, ആ തിരിച്ചിൽ അത്ഭുതം കണ്ടു. ഇസ്രായേൽ കണ്ട വേദപുസ്തക ചരിത്രത്തിലെ ഏറ്റവും വലിയ മഹാത്ഭുതമാണ് ചെങ്കടൽ. ആ കടൽ പിളർന്ന് കയറി വന്നു. തിരിയാൻ മനസ്സുള്ളവർ മഹാത്ഭുതങ്ങൾ കാണും. ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. നിങ്ങളുടെ വഴികൾ, ഞാനൊരു വാക്ക് കൂട്ടിച്ചേർക്കുക, പാപവഴികൾ, തെറ്റായ മാർഗങ്ങൾ വിട്ടുതിരിയുക. നിങ്ങളുടെ അത്ഭുതങ്ങൾ കാണും, പുതുവഴികൾ കാണും. നിങ്ങളെ തന്നെ വിലയിരുത്തുക. അങ്ങനെ തിരിഞ്ഞവരോട് രണ്ടാമതൊന്നോടെ പറയുന്നു. എന്നിട്ട് ഇവരെന്ത് ചെയ്തു? ഒരു പർവ്വതം ചുറ്റി നടക്കുക, ഈ ചുറ്റി നടക്കുക. ഞാനൊരു കാര്യം കൂടി ചേർത്ത് പറയട്ടെ. ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്, പ്രാർത്ഥനക്കാരും നല്ലതാണ്, പ്രാർത്ഥനാ യോഗങ്ങളിലൊക്കെ പങ്കെടുക്കുന്നത് നല്ലതാണ്. പക്ഷേ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ പ്രാർത്ഥനാ കൂടാരങ്ങൾ ചുറ്റി നടന്ന് എങ്ങും എത്താത്ത ആളുകളെ ഞാൻ കണ്ടുമുട്ടാറുണ്ടോ എന്ന് സംശയം ഈ വാക്യം വെച്ച് നോക്കുമ്പോൾ. എന്നെ കേൾക്കുന്ന അമ്മമാരും സഹോദരങ്ങളും പ്രിയപ്പെട്ടവരുമായി നിങ്ങളിങ്ങനെ ഈ പ്രാർത്ഥനയും ഉപവാസവും മുഴുരാത്രി പ്രാർത്ഥനയൊക്കെ ആയിട്ട് പർവ്വതം ചുറ്റി നടക്കുവാണോ? ദൈവം പറയുന്നിടത്തേക്ക് തിരിയാൻ നിങ്ങൾക്ക് മനസ്സില്ലാതെ പ്രാർത്ഥിക്കുന്നു, ഉപവസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചുറ്റി കറങ്ങുവാണോ? ദൈവം നിങ്ങളെ നിർബന്ധിക്കുന്നു. പണ്ട് നിങ്ങളൊന്ന് തിരിഞ്ഞതാണ് ഇവിടെ വരെ എത്തിയത്. ഈ പർവ്വതത്തിൻ്റെ അടിവാരത്തിൽ നിങ്ങൾ തീരരുത്. നിങ്ങൾക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്ന നന്മയുടെ, ശ്രേഷ്ഠതയുടെ ഉയർച്ചയിലേക്ക് പോകാൻ ഒരു വട്ടം കൂടി ദൈവം പറയുന്നു. ചുറ്റി നടന്ന ആയുസ് തീർക്കുന്നത് മതിയാക്കിയിട്ട് തിരിയ, വടക്കോട്ട് തിരിയ. ഒരു തിരിച്ചിലോടെ തിരിഞ്ഞാൽ
ആ വഴി ചെന്നെത്തുന്നത് ഒരു പക്ഷേ യോർദാനക്കരെ നിനക്കായി ദൈവം കരുതിയ ഏറ്റവും ശ്രേഷ്ഠകരമായ മണ്ണിലായിരിക്കാം. ഇതൊരു വാഗ്ദത്തമായി ദൈവത്തിൻ്റെ ഹൃദയം നിങ്ങൾക്ക് തുറന്നു കാട്ടുന്നതായി കരുതണം കേട്ടോ. ചിലരോട് പറയുന്നു, ദിശാബോധത്തിലേക്ക് ഒന്ന് തിരിയുക. ഒന്നോടെ തിരിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ കരപറ്റും, രക്ഷപ്പെടും, ഉയർത്തപ്പെടും. മനസ്സിലായി കാണും. ഇല്ലെങ്കിൽ ഒന്നോടെ കേൾക്ക്. ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്നോടെ കേൾക്ക്. ഇനി ഞാൻ എങ്ങോട്ടാണ് തിരിയേണ്ടത്? ഇനി ഞാൻ എന്താ തിരിയേണ്ടത്? ഞാൻ രക്ഷിക്കപ്പെട്ടില്ലേ? ഞാൻ പ്രാർത്ഥനയ്ക്ക് പോകുന്നില്ലേ? ഞാൻ കൽപ്പനകളൊക്കെ അനുസരിച്ചില്ലേ? ഞാൻ ദശാംശം കൊടുക്കുന്നില്ലേ? ഇനി എങ്ങോട്ടാണ് തിരിയുന്നേ എന്നൊരു സംശയം കയറി വന്നേക്കാം. ദൈവത്തോട് ചോദിക്കുക. എന്തോ ഒരു തിരിയലോടെ ഉണ്ട് കർത്താവ് പറഞ്ഞു തരും. നിങ്ങൾ രക്ഷപ്പെടണം, സൗഖ്യമാകണം, മനസ്സ് മാറണം, നിരാശ മാറണം. രോഗിയായും പതികനായും പർവ്വതം ചുറ്റി ആയുസ് തീർക്കരുത്. അടുത്ത തലത്തിലേക്കുള്ള തിരിച്ചലിന് ഞാനൊന്നോടെ വാക്കുപയോഗിക്കുന്നു. ആ ദിശാബോധം നിങ്ങളെ ഭരിക്കട്ടെ. സർവശക്തൻ സ്വർഗത്തിൽ നിന്നും ഗൈഡ് ചെയ്യട്ടെ. എത്തേണ്ടിടത്തെത്തട്ടെ. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസത്തിൽ ദൈവം തന്ന സന്ദേശത്തിന് നന്ദി. ഒരിക്കൽ ഇസ്രായേൽ തിരിഞ്ഞു. ഒരത്ഭുതങ്ങളെ കണ്ട് മരുഭൂമിയിലേക്ക് കയറി. വീണ്ടും ചുറ്റിക്കറങ്ങലുകൾ ആരംഭിച്ചപ്പോൾ ദൈവം ആവർത്തിച്ചു, മതി ചുറ്റിക്കറങ്ങൽ, വടക്കോട്ട് തിരിയുക. അപ്പാ, ഒരു രണ്ടാം തിരിയലിന് സ്വർഗം ആരോടോ ആഹ്വാനം ചെയ്യുന്നു. അത് നിറവേറട്ടെ. അത് അത്ഭുതമാകട്ടെ, അനുഗ്രഹമാകട്ടെ. പ്രാർത്ഥിച്ച് ദൈവമക്കളെ കരങ്ങളിൽ തരുന്നു. അങ്ങനെ തിരിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ദൈവം കരുതി വച്ചിരിക്കുന്ന അനുഭവങ്ങൾ ശക്തമായിട്ട് അനുഭവിക്കാൻ കഴിയട്ടെ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ പിതാവേ. ആമേൻ.